ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൈയടിച്ച് പാസ്സാക്കാൻ പോകുന്ന ഒരു ബില്ല്. മെയ് 1 തൊഴിലാളി ദിനത്തിൽ പാവപ്പെട്ട പണിക്കാരുടെ ശമ്പള വർധന. അത് ഏതാ ഈ പാവപ്പെട്ട പണിക്കാരെന്നല്ലേ? ഇപ്പോഴും നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ നടക്കുന്ന നമ്മുടെ സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ശമ്പളം കൂട്ടണം. ആ പാവപ്പെട്ടവരാരാണെന്നല്ലേ? പണമില്ല, ശമ്പളം കൂട്ടാം. മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം കൂട്ടാൻ നീക്കം. 50% കൂട്ടാൻ ശുപാർശ. അതെന്തായാലും കൊള്ളാം. ഇല്ലായ്മയുള്ള സമയത്ത് തന്നെ വേണം ഈ ഒരു കൂട്ടൽ. ജനപ്രതിനിധികൾ പറഞ്ഞ് നിൽക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി ജോലിയെടുക്കാൻ ഒരാളോട് നിൽക്കുമ്പോൾ ശമ്പളം മുന്നിൽ കണ്ടിട്ടല്ലല്ലോ അവർ നിൽക്കുന്നത്. അങ്ങനെയല്ലല്ലോ ഇവരൊക്കെ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. ഇവർക്ക് എന്തിനാണ് ഈ ശമ്പള വർധനവ്? അത് നമ്മുടെ കയ്യിലുള്ള ടാക്സ് അടിച്ചിട്ട് ഇത്രയും ഭീമമായ ശമ്പള വർധന ഇവർക്ക് എന്തിനാണ് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം CPO റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് അവർ അവിടെ കിടന്ന് തെരുവിൽ കിടന്ന് കാണിച്ചു കൂട്ടിയത് അറിഞ്ഞല്ലോ. CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അവരും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ കിടന്നിട്ട് മറിഞ്ഞത്. അതൊന്നും ആരുടെയും കണ്ണിൽ ശ്രദ്ധയിലൊന്നും പെട്ടില്ല. ഇപ്പൊ ശമ്പളം കൂട്ടണാണ് ഇവർ